ചലച്ചിത്ര ലോകത്തിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എത്തുന്ന ഭീമ ജ്വല്ലേഴ്സ് ഫിലിം ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഹോളിവുഡ് ന്യൂസ്. ഏറെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഡാം 999 എന്ന ചിത്രത്തിന് ശേഷം ബിസ് ടിവി നെറ്റ്വർക്കിന്റെ ബാനറിൽ സോഹൻ റോയ് നിർമ്മിച്ച ഏറ്റവും പുതിയ ഹോളിവുഡ് ചിത്രമായ സെയിന്റ് ഡ്രാക്കുള തിയേറ്ററുകളിലെത്തും. 3Dയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്ന ചിത്രം കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളിയായ രൂപേഷ് പോളാണ്. ബ്രാം സ്റ്റോക്കറുടെ സൃഷ്ടിയായ ലോകപ്രസിദ്ധ കഥാപാത്രം ഡ്രാക്കുളയുടെ മറ്റൊരു മുഖമാണ് ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. ലോകമെമ്പാടുമുള്ള ജനത ഡ്രാക്കുള എന്ന വാക്ക് ഉച്ചരിക്കുന്നത് ഏറെ ഭയത്തോടു കൂടിയാണ്. എന്നാൽ ആരാണ് ഡ്രാക്കുള? ഡ്രാക്കുള എങ്ങനെ രക്തദാഹിയായി? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന അതേ തീവ്രതയോടുകൂടി തന്നെ അവളുടെ രക്തം ഊറ്റി കുടിക്കാൻ അയാൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെയാണ് ഈ ചിത്രം അന്വേഷിക്കുന്നത്. വല്ലാഞ്ചിയിലെ നാട്ടുരാജാവായിരുന്ന വ്ളാഡ് ടെപ്പിസിന്റെയും അദ്ദേഹത്തിന്റെ പ്രണയിനിയായിരുന്ന ക്ലാര എന്ന നണ്ണിന്റെയും ഡ്രാക്കുളയ്ക്ക് കാത്തലിക് ചർച്ചിനോടുണ്ടായിരുന്ന വിദ്വേഷത്തിന്റെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ ഡ്രാക്കുളയുടെ വിവിധ മുഖങ്ങൾ അനാവരണം ചെയ്യുവാനാണ് ചിത്രം 3Dയിൽ ചിത്രീകരിച്ചതെന്ന് സംവിധായകൻ രൂപേഷ് പോൾ പറയുന്നു. പൂർണ്ണമായും വിദേശിച്ച് ചിത്രീകരിച്ച ഒരു ഇന്ത്യൻ പ്രൊഡക്ഷൻ ചിത്രം എന്ന പ്രത്യേകതയും ലോകത്തെ ആദ്യ 3D ഡ്രാക്കുള ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. എന്ന ചിത്രത്തിലെ ഡ്രാക്കുള രക്തദാഹിയല്ല, മറിച്ച് പ്രതികാരദാഹിയാണ്. ഇതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ, ലിവർപൂൾ, വെയിൽസ് എന്നിവിടങ്ങളിലായി ചിത്രീകരണം പൂർത്തിയാക്കിയ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഡ്രാക്കുളയെ അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് നടൻ മിച്ച് പവലാണ്. ക്ലാര എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത് ബ്രസീലിയൻ നടി പെട്രീഷ്യ ഡുവാർട്ടെ. 2012 ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൂടെ ചിത്രം പ്രദർശനം ആരംഭിച്ചു.